ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നി പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തേങ്ങ ഒന്നും വേണ്ട, നിലക്കടല മാത്രം ഉപയോഗിച്ചിട്ട് ചോറിനോ അതേപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു കർണാടക സ്റ്റൈലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് കളർ മാറി വരണം, അതായത് നന്നായിട്ട് ഫ്രൈ ആകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെയാണ് വറുത്തെടുക്കുന്നത്. അത് നന്നായി വറുത്തെടുത്തതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. അതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ വളരെ കുറച്ച് പുളി, ഒരു 2 കുരു എന്നൊക്കെ പറയാം, അത്രയും പുളി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 5ഓ 6ഓ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നിലക്കടല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ, ചെറിയ ജാർ എടുക്കുകയായിരിക്കും നല്ലത്. അപ്പം നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പുളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ കറിവേപ്പില, ജീരകം ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല, നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ സാധാരണ തേങ്ങയൊക്കെ വേണമല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, ഇത് അതൊന്നും വേണ്ട, നിലക്കടല മാത്രം മതി. അപ്പം നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.